മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന. കൃഷ്ണ 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 കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം നീരദ ശ്യാമളം കോമളം തനുവണിയുമൊരാവനമാലയും ചേലയും കാഞ്ചിയും തിരുകൗസുഭമണിയും മാറണിഞ്ഞ ഹരിചന്ദനാഭയോടു കാണണം മനസ്സി ഗോപബാലനെ കേളിയാടിവന വേണുതിരസലാസ്യ ഭാവമൊടു രാസലീല തുടരൂ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം കാളിയ മർദ്ദനം നർത്തനം യദുകുലപരിപാലനമാകുലം തീർക്കുവാൻ പാർത്ഥനെ വരഗീതകളരുളിയ മീനകൂർമ്മ കിഴി നാരസിംഹവടു രാമ രാമ ബലരാമ കൃഷ്ണനായി കൽക്കിയായി ദശരൂപമാർന്നതും വാസുദേവ മധുസൂദനായ നൃഹരേ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം.
ദേവകിയിൽ പിറന്ന കുഞ്ഞുങ്ങൾ 6 പേരെയും കംസൻ കൊന്നെറിയുന്നതിന് കാലം വേദനയോടെ സാക്ഷി നിന്നു. സപ്തമഗർഭത്താൽ വസുദേവ മന്ദിരം ധന്യമാകുമ്പോൾ കംസരാജ മന്ദിരത്തിൽ പുതിയ കരുനീക്കങ്ങൾ ആരംഭിച്ചു. ആസന്നമായ അഷ്ടമഗർഭത്തെ ചൊല്ലിയുള്ള ഭീതിയാൽ കംസചിത്തം ഉഴറി. രാജ്യമെമ്പാടും അഷ്ടമസുത ജനനം കാത്തിരിക്കുകയാണെന്ന വൃത്താന്തം ചാരന്മാരിലൂടെ അറിഞ്ഞ കംസൻ ഭക്തരായിരങ്ങളെ തടവറയിലടയ്ക്കുന്നതിന് ശ്രമം തുടങ്ങി. അന്നോളം ഗൃഹബന്ധനത്തിലായിരുന്ന ദേവകീ വസുദേവന്മാരെ കാരാഗ്രഹത്തിലടയ്ക്കാൻ കംസൻ നിശ്ചയിച്ചു. ഒപ്പം സ്വപിതാവായ ഉഗ്രസേനനെയും കൽത്തുറുങ്കിൻ്റെ കൂരിരുട്ടിലേക്ക് നിർദാക്ഷിണ്യം തള്ളിവിടാൻ കംസനൊരുങ്ങി. ഭയചകിതരായ വസുദേവ പത്നിമാർ പലരും വേഷപ്രച്ഛന്നരായി പല ദിക്കിലേക്കും പലായനം ചെയ്തു. അക്കൂട്ടത്തിൽ രോഹിണി ദേവിക്ക് അഭയസ്ഥാനമായി വിധിച്ചത് അമ്പാടിയായിരുന്നു. വിരഹത്തിൻ്റെയും കാരാഗൃഹബന്ധനങ്ങളുടെയും ആ മുഹൂർത്തങ്ങൾക്ക് ദൃശ്യം ചമച്ചുകൊണ്ട് കൃഷ്ണകൃപാസാഗരം അടുത്ത സർഗത്തിലേക്ക്. വസുദേവർ, നാം ഒരു സദ്വാർത്ത അറിയിക്കുവാനാണ് വന്നത്. താങ്കളുടെ ഗൃഹബന്ധനം കഴിഞ്ഞിരിക്കുന്നു. പകരം കാരാഗ്രഹബന്ധനം ഭാര്യാസമേതം. നടക്ക. കഷ്ടം, എത്ര നേരമായി ഇതേ നിൽപ്പ്. എന്നാ എന്റെ സംശയം. നിനക്കത് എങ്ങനെ പറയാൻ തോന്നി കുമ്പിനാഥ? ഈ നാടിന്റെ യഥാർത്ഥ മഹാരാജാവാണ് ഈ നിൽക്കുന്നത്. പറഞ്ഞിട്ടെന്ത് കാര്യം? കാലക്കേടിനൊരു മകന് ജന്മം നൽകിപ്പോയില്ലേ? അത് ശരിയാ. സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം പിടിച്ചെടുത്തതും പോരാഞ്ഞിട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കുകയും, അതും സ്വന്തം പിതാവിനെ. ഞാനൊന്നും കേട്ടില്ല. എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കണമെന്നുണ്ട്. അറിയാമല്ലോ, കാരാഗ്രഹത്തിന്റെ ചുമരുകൾക്കും ചെവിയുണ്ട്. ഭീരുക്കൾ. ആഹാ, അപ്പോ ഞാൻ വിചാരിച്ച പോലൊന്നും സംഭവിച്ചിട്ടില്ല. എന്തു വിചാരിച്ചു? നമ്മുടെ പ്രജ്ഞയേറ്റെന്നോ? പ്രഭു, അങ്ങ് പൊറുക്കണം. മധുരാദേശത്തിന്റെ മാനം നശിപ്പിക്കാൻ തുനിയുന്ന ധിക്കാരിക്ക് സ്തുതി പാടുന്ന നിങ്ങളോടോ? അങ്ങയുടെ കാലത്ത് ഭടന്മാരായവരാണ് ഞങ്ങൾ. പക്ഷെ ഇന്ന് കംസ മഹാരാജാവിന്റെ സേനാംഗങ്ങൾ. അനുസരിക്കുക, കൽപ്പന നടപ്പിലാക്കുക, അത് മാത്രമല്ലേ പ്രഭു ഞങ്ങൾക്കാവൂ. ആജ്ഞാപിച്ചവ ധർമ്മത്തിന് നിരക്കുന്നതാണോ എന്നുകൂടി നോക്കാവുന്നതാണ് ഭടന്മാർക്കും. രാജാവല്ല അവസാന വാക്ക്, ഭഗവാനാണ്. പുത്രമരണത്തിനായി പ്രാർത്ഥിക്കുന്നൊരു പിതാവാകാൻ ഭഗവാനെ ഈ ഉള്ളവന് ഇടവരുത്തരുതേ. തടവറകൾ മതിയായില്ലെങ്കിൽ ഒഴിഞ്ഞ കലവറയ്ക്കുള്ളിൽ അടയ്ക്കണം. ശ്വാസം മുട്ടി മരിച്ചു പോട്ടെ വിദ്വേഷികൾ. എവിടെയും സുശക്തമാക്കണം കാവൽ. എതിർമൊഴികൾ ഏതും കർശനം തടയണം. ഉഗ്രസേനരാജനെ തടവറയിലാക്കിയതിന്റെ അമർഷം ജനങ്ങളിൽ നിന്ന് ഉയരുവാൻ അനുവദിക്കരുത്. ഏഴാമന്റെ വരവിനി ഏറെ നാളില്ല. പിന്നെ അവൻ വരും, അഷ്ടമസുതൻ. അതും കഴിഞ്ഞ് സ്വസ്ഥമാകും വരെ നിതാന്ത ജാഗ്രത. പ്രദ്യോത പ്രഭു, നാവടക്കി നിൽക്കുന്നവർക്ക് മാത്രം മതി അതുവരെ സ്വവസതികളിൽ വാസം. കൽപ്പന പോലെ. പ്രഭു, ഭയന്നു തുടങ്ങിയിട്ടുണ്ട് പൗരൻ ഇപ്പോൾ തന്നെ. നമ്മുടെ അസുര സൈന്യം നേരിട്ടിറങ്ങിയിട്ടുണ്ട് നാട്ടിൽ. ജീവനിൽ കൊതിയുള്ള പലരും പലായനം തുടങ്ങിക്കഴിഞ്ഞു.
വിദർഭയിലേക്കും കോസലത്തേക്കുമുള്ള രഹസ്യ പലായനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കുരുരാജ്യത്തിലേക്കും പാഞ്ചാലത്തിലേക്കുമുള്ള ചുരങ്ങളിൽ കാവൽക്കാരെ നിർത്തിക്കഴിഞ്ഞു. കേകയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച പരശതം പൗരന്മാരെ ബന്ധിതരാക്കി കഴിഞ്ഞു. ഭേഷ് പ്രത്യോത, താങ്കളെപ്പോലൊരു മന്ത്രി കംസസഭയ്ക്ക് അലങ്കാരം. കംസ മഹാരാജാവ് നീണാൾ വാഴട്ടെ. ദേവകി വസുദേവന്മാരെ തടവറയിലാക്കി കഴിഞ്ഞില്ലേ? ഉവ്വ മഹാപ്രഭു. കരങ്ങളും കാലുകളും ചങ്ങലകളിൽ ബന്ധിച്ചു. രാജകീയ വസ്ത്രം അഴിച്ചു വാങ്ങി. കാരാഗ്രഹവാസികളുടെ വസ്ത്രം ധരിപ്പിച്ചു. കാവൽ ശക്തമാക്കി. എതിർത്തോ വസുദേവർ? ഇല്ല, അനുസരിച്ചു. നാരായണ നാരായണ. ദേവി, നമ്മുടെ ശ്രീകൃഷ്ണ അവതാരത്തിന് കാലമായി. ഭഗവൻ, ദേവകി ദേവി സപ്തമഗർഭം ധരിച്ചു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ? അതേ ദേവി, പക്ഷേ ആ സപ്തമഗർഭം സംഘർഷണം ചെയ്ത് രോഹിണി ദേവിയിൽ നിക്ഷേപിക്കുകയാണ്. കാരണം സപ്തമൻ കംസനാൽ വധിക്കപ്പെടേണ്ടവനല്ല, ഭൂമിയിൽ വാഴേണ്ടവനാണ്. ശ്രീകൃഷ്ണ ജ്യേഷ്ഠനായി, സഹചാരിയായി. ദേവി, ദേവകി ദേവിയുടെ സപ്തമസുതനായി പൂജാതനാകാൻ പോകുന്നത് ആരാണെന്നറിയാമോ? അനന്തൻ, നമ്മുടെ ആദിശേഷൻ. ആദിശേഷൻ നമ്മുടെ മുൻ അവതാരത്തിൽ അനുജനായിട്ടാണല്ലോ പിറന്നത്. അതെ, ശ്രീരാമ ഭഗവാന്റെ അനുജനായ ലക്ഷ്മണൻ. നമ്മുടെ രാമാവതാര ലക്ഷ്യം നിറവേറ്റുന്നതിനായി ഏറെ മനോവ്യഥകൾ അനുഭവിക്കേണ്ടി വന്നൊരു ജന്മം. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി അവതാരം കൊള്ളുവാൻ നാം നിശ്ചയിച്ചത്. ഉചിതമായി ഭഗവൻ. ഭദ്രേ, ശക്തിസ്വരൂപിണി, യോഗമായാദേവി, ആഗതയായാലും പരമ്പൊരുളായ ഭഗവാൻ ആജ്ഞാപിച്ചാലും. ദേവി, ദേവകീ ദേവിയുടെ സപ്തമഗർഭത്തിൽ സംഭവ്യനായിരിക്കുന്നത് നമ്മുടെ അംശം തന്നെയായ ആദിശേഷനാണ്. ശുഭേ, യോഗമായ ദേവി, ദേവി ദേവകീ വസുദേവ സവിധത്തിൽ ചെല്ലണം. അവരിപ്പോൾ കംസന്റെ കാരാഗ്രഹത്തിലാണ്. ദേവി അവിടെ എത്തി ദേവകീ ദേവിയിലെ ഗർഭസ്ഥ ശിശുവിനെ ആവാഹിക്കണം. അനന്തരം അത് വസുദേവ പത്നിമാരിലൊരാളായ രോഹിണി ദേവിയിൽ നിക്ഷേപിക്കണം. കംസക്രൗര്യം ഭയന്ന് രോഹിണി ദേവി ഇപ്പോൾ അമ്പാടിയിലെ നന്ദഗൃഹത്തിലാണുള്ളത്. രോഹിണീസുതനായി അനന്തൻ, നമ്മുടെ ആദിശേഷൻ അവതരിക്കട്ടെ. അതിന് യോഗമായാദേവി മാർഗം തെളിച്ചാലും. ആജ്ഞ പോലെ. ഭദ്രേ, രോഹിണി ദേവിയിൽ ആദിശേഷൻ അവതരിച്ചു കഴിഞ്ഞാൽ ദേവകീ ദേവിയിൽ നാം കൃഷ്ണാവതാരം കൈക്കൊള്ളും. ശ്രീകൃഷ്ണാവതാരം സംഭവിക്കുമ്പോൾ തന്നെ ജനിക്കാനാവും വിധം ദേവി നന്ദഗോപ പത്നിയായ യശോദാദേവിയിൽ അവതരിക്കണം. എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ. ഭൂമിയിൽ യശോദാദേവിയിൽ അവതരിക്കുന്ന യോഗമായാദേവി മനുഷ്യകുലമുള്ളിടത്തോളം കാലം ആരാധ്യയായി നിലനിൽക്കും. മാനവർ പല നാമധേയങ്ങൾ സങ്കൽപ്പിച്ച് പല രൂപങ്ങൾ സ്വസങ്കൽപ്പങ്ങളാൽ പകർന്ന് ദേവിയെ ഉപാസിക്കും. ആർഷഭാരതദേശത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ ദേശം വരെ ദേവി പല പല നാമധേയങ്ങളാൽ വാഴ്ത്തപ്പെടും. ദുർഗ, ഭദ്രകാളി, വിജയ, കുമുദ, കന്യക, ചണ്ഡിക, കൃഷ്ണ, ശാരദ, മാധവി, മായ, നാരായണി, ഈശ, അംബിക, വൈഷ്ണവി, കാർത്യായനി, ഇങ്ങനെ അനേക നാമങ്ങൾ യശോദാദേവിയിൽ പരിപൂർണ സ്വരൂപത്തോടെ അവതരിക്കുന്ന ദേവിക്ക് കൈവരും. കാമമോഹബന്ധിതരായ സാധാരണ ജനങ്ങൾ ഐശ്വര്യസിദ്ധിക്കായി ദേവിയെ പൂജാദ്രവ്യങ്ങളാലും നിവേദ്യങ്ങളാലും പൂജിക്കും. എല്ലാം ദേവാജ്ഞ പോലെ.
കഷ്ടം തന്നെ. 6 കുഞ്ഞുങ്ങളെ മഹാരാജാവ് കൊന്നു. 7ാമതാണെങ്കിൽ ഇങ്ങനെയും ആയി. എങ്ങനെ സഹിക്കും ദേവകി ദേവി? ഞാനായിരുന്നെങ്കിൽ എന്നേ വല്ല കിണറ്റിലും ചാടി ജീവൻ കളയുമായിരുന്നു. 6 മാസം ചുമന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് വെച്ചാൽ, അയ്യോ, ഞാനിതുവരെ കേട്ടിട്ടില്ല ഇത്രയും കാലം കഴിഞ്ഞിട്ടൊരു ഗർഭസ്രാവം. ഭയന്നിട്ടാ ആറ്റുനോറ്റ് 10 മാസം തികച്ചിട്ടെന്താ? മഹാരാജാവ് തൂക്കിയെടുത്ത് ബലിക്കല്ലിൽ അടിക്കും. അതൊക്കെ ഓർത്ത് പേടിച്ച് തന്നെയാ ഇങ്ങനൊക്കെ സംഭവിച്ചേ. ശരിയായിരിക്കും. വല്ല ദുസ്വപ്നം കണ്ട് ഞെട്ടിയതായിരിക്കും. അതല്ലാതെ ഇങ്ങനൊന്നും സംഭവിക്കില്ല. ഇനിയുള്ള കാര്യം ആലോചിക്കുമ്പോഴാ മനസ്സിന് ഇത്തിരി സമാധാനം. 8ാമത്തേത് പുത്രൻ തന്നെയായിരിക്കുമെന്നും ആ പുത്രൻ മഹാരാജാവിനെ കൊല്ലുമെന്നുമല്ലേ കേൾക്കുന്നത്. അത് നടന്നാലേ ഈ മധുരാദേശം രക്ഷപ്പെടൂ. ഷോ, പതുക്കെ പറ, ആരെങ്കിലും കേട്ടാൽ. ശരിയാ, എന്നാലും എങ്ങനെ പറയാതിരിക്കും? ഇത്രയും ക്രൂരനായ ഒരു രാജാവിനെ പറ്റി കഥകളിൽ പോലും കേട്ടിട്ടില്ല. എങ്ങനെ മനസ്സ് വരുന്നു ഈശ്വര കല്ലിലടിച്ചു കൊല്ലാൻ, അതും ചോര കുഞ്ഞുങ്ങളെ. വസുദേവരാജന്റെ മന്ദിരത്തിലേക്ക് ഇത് തന്നെയല്ലേ വഴി? അതെ. എവിടുന്ന് വരുന്നു? അമ്പാടിയിൽ നിന്ന്. എന്റെ പേര് ദേവവതി. അവിടെ രോഹിണി ദേവിയെ കാണാറുണ്ടോ? ഭയക്കണ്ട, ഞങ്ങളൊക്കെ വസുദേവ ഗ്രഹത്തിലെ ചേടിമാരാ. ആരും അറിയാതെയല്ലേ ദേവി അവിടെ താമസിക്കുന്നത്. ഞാൻ ദേവിയുടെ സൈരന്ധ്രിയാണ്. അല്ല, രോഹിണി ദേവിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. സുഖമായിട്ടിരിക്കുന്നു. അവിടെ സ്വന്തം സോദരിയെ പോലെയാ നന്ദഗോപരാജൻ നോക്കുന്നത്. ഭഗവാനെ. പിന്നെ ഒരു വിശേഷം ഉണ്ടായിരിക്കുന്നു. അത് രഹസ്യമായി അറിയിക്കാൻ കൂടിയാ ഞാൻ വന്നത്. അല്ല, ഞങ്ങളെ മനസ്സിലായല്ലോ. വിരോധമില്ലെങ്കിൽ പറയാം വിശേഷം. രോഹിണി ദേവി ഗർഭത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വസുദേവരാജന്റെ ഭാഗ്യം. അതെ. ദേവകി ദേവിയിൽ പിറന്ന ഒരു കുഞ്ഞിനെയും കിട്ടിയില്ലല്ലോ വളർത്താൻ. ഇതെങ്കിലും നൽകണേ നാരായണ. ഭഗവാനെ. അഗ്നി സർവത്ര വ്യാപിച്ചിരിക്കുന്നു എങ്കിലും അതിന് ഒന്നിനെ ദഹിപ്പിക്കാൻ വിറക് തുടങ്ങിയവയിൽ പ്രവേശിച്ച് ജ്വാലാരൂപം കൈവരിക്കണം. സർവവ്യാപിയെങ്കിലും ഭഗവാൻ അവതാരങ്ങൾ കൈക്കൊള്ളുന്നതിൻ്റെ പൊരുൾ ഇതാണ്. അവതാരങ്ങളിൽ ചിലത് പൂർണ്ണം, മറ്റു ചിലത് അംശാവതാരം. ഭഗവാന്റെ അംശാവതാരമാണ് ബലരാമൻ.